ഇന്ന് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണെന്നായിരിക്കും നോക്കുക. ഇറ്റ്സ് ദ എബിലിറ്റി ടു ഡിഫൈൻ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് വിത്ത് സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനുണ്ട്. ഈ ഫംഗ്ഷൻ ഒന്നെങ്കിൽ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യും. ഇവിടെ ഈ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരും ആഡ് നമ്പേഴ്സ് ആണ്. 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരും ആഡ് നമ്പേഴ്സ് ആണ്. def odd numbers a comma b print a plus b. a comma b comma c print a plus b plus c. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് വിത്ത് സെയിം നെയിം ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സും ഇവിടെ 3 ആർഗ്യുമെൻറ്റ്സും ഉള്ളത്. ഇതിനെയാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഈ കോഡ് വർക്ക് ആവുന്നില്ല. പൈത്തൺ ബൈ ഡിഫാൾട്ട് ഇത് അലോ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് മെത്തേഡ് ഓവർലോഡിങ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓവർലോഡിങ് പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ a കോമ b കോമ c എന്ന് കൊടുക്കുക. c ഈക്വൽ ടു നൺ. c ഇവിടെ ഒരു ഡിഫാൾട്ട് ആർഗ്യുമെൻ്റ് ആണ്. c കൊടുത്തില്ലെങ്കിൽ എയും ബി എ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇഫ് c ഈക്വൽ ടു നൺ പ്രിന്റ് a പ്ലസ് b. else print a plus b plus c. ആദ്യത്തെ കേസിൽ ഇവിടെ 2 ആർഗ്യുമെൻറ്റ്സേ ഉള്ളൂ. ആ കേസിൽ c നണ്ണായിരിക്കും. അന്നേരം നമ്മൾ a പ്ലസ് b പ്രിന്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ 3 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ a പ്ലസ് b പ്ലസ് c ആയിരിക്കും പ്രിന്റ് ചെയ്യുക. നമുക്ക് റൺ ചെയ്ത് നോക്കാം. 3ഉം 6ഉം. Ability to define multiple functions with same name but different number of arguments. അതിനെയാണ് മെത്തേഡ് ഓവർലോഡിങ് ഓർ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഇവിടെ ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് 2 ആർഗ്യുമെൻറ്റ്സും 3 ആർഗ്യുമെൻറ്റ്സും ആണ് എടുക്കുന്നത്.